അസ്സലാമു വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമസ്കാരം അത് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ പ്രാധാന്യമുള്ള ഒരു ആരാധന കർമ്മമാണ്. ആ നമസ്കാരത്തിന്റെ പ്രത്യേകത മറ്റ് ആരാധനകൾക്കില്ലാത്തൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് അടിമയും ഉടമയും തമ്മിലുള്ള സംഭാഷണമാണ്. അള്ളാഹുവിനോട് ആവലാതി ബോധിപ്പിക്കാനുള്ള അവസരമാണ്. ഒരടിമയുടെ സർവ്വ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഇറക്കി വെക്കാനുള്ള അവസരമാണ്. ഒരു ചുമട്ടുകാരൻ അവന്റെ ചുമട് ഇറക്കി വെച്ച് ആശ്വാസം ഉൾക്കൊള്ളുന്നത് പോലെ നമസ്കാരത്തിൽ ഓരോ അടിമയും അള്ളാഹുവിന്റെ മുമ്പിൽ ആശ്വാസം ഉൾക്കൊള്ളുകയാണ്. ഈ ഒരു അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത് അത് നടത്താൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിലുള്ള സർവ്വ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ദുനിയാവിലെ ഏത് ആനന്ദത്തെക്കാൾ വലിയൊരു ആനന്ദം അവന് നേടിയെടുക്കാൻ സാധിക്കും. മലിക്കുൽ ജബ്ബാറായ അള്ളാഹുമായിട്ടുള്ള ബന്ധം ദുർബലനായ മനുഷ്യൻ സ്ഥാപിക്കുന്നതോടുകൂടി അവൻ ശക്തനായിട്ട് മാറും. അതാണ് അർഫഉ ദറജാത്തിൻ അബ്ദ്, ഒരടിമയുടെ ഏറ്റവും ഉയർന്ന പദവി അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നൽ മുഅ്മിന ഇദാ കാന ഫിസ്സലാഹ്, ഒരു മുഅ്മിൻ അവന്റെ നമസ്കാരത്തിൽ ഖായിമൻ യുനാജി റബ്ബഹു ഫഇന്നമാ യുനാജി റബ്ബഹു, അവൻ അവന്റെ റബ്ബിനോട് അഭിമുഖ സംഭാഷണം നടത്തുകയാണ്. റവാഹു ബുഖാരി. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്താണ് അടിമ ഉടമയോട് സൃഷ്ടാവിനോട് മുനാജാത്ത് നടത്തുന്നത്, സംഭാഷണം നടത്തുന്നത് എന്ന് ഓരോ അടിമയും അറിയേണ്ടതുണ്ട്. അറിയുമ്പോഴാണ് അതിൻ്റെ ആസ്വാദനം ലഭിക്കുക, അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇമാം അഹ്മദ് ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫീ റിവായത്തിൻ അഹ്മദ് റഹിമഹുല്ലാഹ്, ഇന്നൽ മുസല്ലി ഇദാ സല്ല ഫഇന്നമാ യുനാജി റബ്ബഹു, അവൻ നമസ്കരിക്കുമ്പോൾ അവന്റെ റബ്ബിനോട് അഭിമുഖ സംഭാഷണം നടത്തുകയാണ്, അവൻ മുനാജാത്ത് നടത്തുകയാണ്. ഫൽ യഅലം ബിമാ യുനാജീഹി, അതുകൊണ്ട് അവൻ എന്താണ് മുനാജാത്ത് നടത്തുന്നത് എന്ന് അവൻ മനസ്സിലാക്കട്ടെ. ഇവിടെയാണ് നമസ്കാരത്തിന്റെ പ്രാർത്ഥനകളുടെ അർത്ഥം. അള്ളാഹുവിനോട് നമ്മൾ എന്താണ് പറയുന്നത് എന്ന് നാം മനസ്സിലാക്കിയിട്ട് വേണം നമസ്കരിക്കാൻ നിൽക്കേണ്ടത്. അതിന്റെ ഫലം ഉൾക്കൊള്ളാൻ, അതിന്റെ അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ അപ്പോഴേ സാധിക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലാ യജ്ഹറു ബഅദുക്കും അലാ ബഅദ്, നിങ്ങൾ പരസ്പരം ശബ്ദമുണ്ടാക്കരുത്. ഖുർആൻ ഓതി പോലും ശബ്ദം പള്ളിയിൽ ഉണ്ടാക്കരുത്. കാരണം നിങ്ങൾ നമസ്കാരത്തിൽ ഓരോരുത്തരും അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിലാണ്. അതുകൊണ്ട് ആ മുനാജാത്ത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, അവരെ പരിശീലിപ്പിക്കുമ്പോൾ തീർച്ചയായും അവർക്ക് ജീവിതം ഒരു ലഹരിയായി മാറും. പിന്നെ മറ്റൊരു ലഹരി അവൻ അന്വേഷിച്ചു പോവുകയില്ല. അതുകൊണ്ട് നമസ്കാരത്തിന്റെ പ്രാർത്ഥനകളുടെ അർത്ഥം പഠിപ്പിക്കപ്പെടുന്ന ഒരു സീരീസ് ഇവിടെ മുതൽ ആരംഭിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. നമ്മുടെ കുട്ടികൾക്കും യുവാക്കൾക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന രൂപത്തിലുള്ള ആ ഒരു ക്ലാസുകൾ നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തണം. അതിനുവേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയ നോട്ടുകളും ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ ഇത് പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്ത്, അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിലും നമ്മുടെ മക്കളെയും അതുപോലെ കോളേജിലും പ്ലസ് ടുവിനൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികൾക്കുമൊക്കെ ഇത് അയച്ചു കൊടുക്കുകയും, അത് അവർ പഠിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ പഠിക്കാനൊരു അവസരമില്ല എന്ന ഒരവസ്ഥ ഇല്ലാതാക്കാൻ ഈ ഒരവസരം ഉപയോഗപ്പെടുത്തി 5-10 മിനിറ്റ് ഇത് പഠിച്ച് മനസ്സിലാക്കി മാതാപിതാക്കൾ കുട്ടികളോട് ചോദിക്കണം, ഈ പ്രാർത്ഥന മോൻ പഠിച്ചോ, അതിനർത്ഥം പഠിച്ചോ എന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് അവരോട് ചോദിക്കുകയും ആ അർത്ഥം മകൻ പറഞ്ഞു തരികയും ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു നേട്ടമായിരിക്കും. അത് നമ്മൾ സ്വയം പഠിക്കുന്നതോടൊപ്പം നമ്മുടെ മക്കളെയും പഠിപ്പിക്കുക, നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ സുഹൃത്തുക്കളെയും പഠിപ്പിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് ആരംഭിക്കുകയാണ്. നമ്മൾ റമദാനിന് ശേഷം, റമദാനിന് 30ഓളം ഹദീസുകൾ, ഡയലി ഹദീസ് എന്ന പ്രോജക്റ്റ് അവസാനിച്ചതിന് ശേഷം പുതിയൊരു പ്രോജക്റ്റ് ആരംഭിക്കുകയാണ്. നമസ്കാരത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള പ്രാർത്ഥനകളുടെ അർത്ഥം, അതിന്റെ ലഘു വിശദീകരണം, അതുപോലെ അതിന്റെ നോട്ട്സ് ഉൾക്കൊള്ളുന്ന ചെറിയ ചെറിയ ക്ലാസുകൾ നമ്മുടെ എല്ലാ മക്കൾക്കും പ്രത്യേകമായ ഉപയോഗപ്രദമായ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് അത് കേൾക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, അതിന്റെ ഫലം ഉൾക്കൊള്ളുക. അതുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ജസാക്കുമുല്ലാഹ് ഖൈർ.